കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങൾക്ക് വളരെ പ്രിയരും ദൈവത്തിന് അതിനേക്കാൾ പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്ന ദൈവം അവിടുത്തെ ദിവ്യ സ്നേഹം വെളിപ്പെടുത്തുവാൻ നമുക്ക് വേണ്ടി സ്തോത്രം നമ്മിൽ ഒരുവനെ പോലെ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപത്തിൻ്റെ കുറ്റം സ്വമേധയാ തൻ്റെ മേലേറ്റെടുത്തുകൊണ്ട് നമ്മളുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷാവിധി അവിടുന്ന് തന്നെ സഹിച്ച് അവിടുത്തെ നീതി അങ്ങനെ നിവർത്തിച്ച് നമുക്ക് പാപപരിഹാരത്തിൻ്റെ സൗജന്യമായ എല്ലാവർക്കും അനുഭവിക്കുവാൻ സൗകര്യമുള്ള ഈ തികവുള്ള രക്ഷാമാർഗം നമുക്ക് വേണ്ടി ഒരുക്കിയ കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം. സ്തോത്രം. കഴിഞ്ഞ ദിവസം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിച്ചു. അതിന് താഴെയുള്ള കുറച്ച് ഭാഗങ്ങൾ അതിന് മുമ്പുള്ളൊരു ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതുകൊണ്ട് അവിടെ അധികം ഞാൻ നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. താഴെ ഈ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പ്രസ്താവിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് പ്രൊഫ്യൂസായിട്ട് ധാരാളമായിട്ട് പൗലോസ് ഉദ്ധരിക്കുകയാണ്. പഴയ നിയമ തിരുവെഴുത്തുകളെ പ്രവാചക പുസ്തകങ്ങളും തോറ എന്ന് പറയുമ്പോൾ ന്യായപ്രമാണവും നിവിയും ആൻഡ് തോറ എന്നിട്ട് കെത്തുവീം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ അത് പലപ്പോഴും പ്രവചനങ്ങളാണ്. സ്തോത്രം. ആ ഭാഗം നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ അല്പമായി സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവിടെ പൗലോസ് മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും യെശയ്യാ പ്രവചനത്തിൽ നിന്നും ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യമാണ് പൗലോസ് അടുത്ത് ഇവിടെ ഉദ്ധരിക്കുന്നത്. അതിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. 18-ാമത്തെ വാക്യം, എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ ഒന്നാമത് കേൾക്കണം, രണ്ടാമത് കണ്ടോ ഗ്രഹിക്കണം. ഗ്രഹിച്ചില്ലയോ? 19-ാമത്തെ വാക്യം, ഗ്രഹിച്ചില്ലയോ എന്ന് ചോദിക്കുന്നു. തൊട്ട് താഴെ അതിനുള്ള ഉത്തരമായി പറയുന്നത് കണ്ടോ, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശ പറയുന്നു. ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യമാണ്. ഇസ്രായേൽ മക്കൾ പലപ്പോഴും സത്യദൈവത്തെ അവഗണിച്ച് ദൈവം അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും അത്ഭുതകരമായ വിധങ്ങളിൽ വഴികളിൽ അവരെ മുൻപോട്ട് നയിക്കുകയും അവരെ കർത്താവ് കരുതുന്നു എന്നുള്ളത് വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടും ഈ ജനം പലപ്പോഴും ദൈവനിഷേധികളായി തങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ഭാവനയിൽ ഉരുത്തിരിഞ്ഞ വിഗ്രഹങ്ങളെ അവർ ഉണ്ടാക്കി അങ്ങനെ സത്യദൈവത്തെ തള്ളിക്കളയുന്ന വളരെ നിർഭാഗ്യകരമായ സ്ഥിതിയിലേക്ക് അവർ തരം താണു. അതുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങൾ സ്തോത്രം മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചെങ്കിൽ ഞാനിനി എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? മൂഢജാതികളെ കൊണ്ട് നിങ്ങൾക്ക് എരിവ് വരുത്തുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞേച്ച് പൗലോസ് അതിവിടെ എടുത്ത് ഉദ്ധരിക്കുന്നത് സ്തോത്രം സുവിശേഷത്തിൻ്റെ സാർവലൗകികത വെളിപ്പെടുത്തുവാനാണ് പൗലോസ് ആ വാക്കിവിടെ എടുത്ത് ഉദ്ധരിക്കുന്നത്. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെക്കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും. നമുക്കറിയാം പെന്തക്കോസ്ത് ദിവസം അന്ന് കാത്തിരുന്ന് 120ഓളം പേരുടെ മേൽ പരിശുദ്ധാത്മ പകരപ്പെട്ടപ്പോൾ പത്രോസ് പ്രസംഗിച്ചു. പ്രസംഗത്തെ തുടർന്ന് 3000 പേർ അന്ന് കർത്താവിനെ സ്വീകരിച്ച് മുമ്പോട്ട് വന്നു. പിന്നെ 5000ഓളമായി. അതെല്ലാം ഇസ്രായേല്യരായിരുന്നു.
ഇസ്രായേലിലായിരുന്നു. എന്നാൽ അതിൻ്റെ പിന്നെയും പ്രവർത്തന പുസ്തകത്തിൽ മുമ്പോട്ട് വരുമ്പോൾ നമുക്കറിയാം, ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണനെ സുവിശേഷം അറിയിക്കുകയും ഷണ്ണൻ കർത്താവിനെ അറിയുകയും ചെയ്തു. ആ ഷണ്ണനിലൂടെ എത്യോപ്യ രാജ്യത്ത് സുവിശേഷം എത്തിയെന്നാണ്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ധാരാളം ക്രിസ്തീയ വിശ്വാസികൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉളവായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പ്രവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ കൊർന്നല്യോസ് എന്ന് പറയുന്ന റോമക്കാരന് ഇറ്റാലിയ എന്ന പട്ടാളത്തിൻ്റെ ശതാധിപനായ ആ പട്ടാള ഉദ്യോഗസ്ഥന്, അദ്ദേഹം വളരെ മാന്യനും ഭക്തനുമാണ്. അദ്ദേഹം ചിട്ടയായ പ്രാർത്ഥന കഴിക്കുന്ന ആളാണ്, സത്യദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണമുള്ള ആളാണ്, ദാനധർമ്മങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവനാണ്, സൽപ്രവൃത്തികളിൽ വളരെ വളരെ മുമ്പിട്ട് നിൽക്കുന്നയാളാണ്. സ്വർഗത്തിലെ ദൈവം, സത്യദൈവം അവൻ്റെ മനോനില മനസ്സിലാക്കി സത്യദൈവത്തെ അന്വേഷിക്കാനുള്ള അവൻ്റെ ആ തൽപരത ഗ്രഹിച്ച ദൈവം തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പ്രസാദിക്കുകയും, നോക്കണേ, ഒരു ദൂതനെ അയച്ച് ആ ദൂതൻ വന്ന്, നീ ചെന്നൊരു കാര്യം ചെയ്യ്, യോപ്പ പട്ടണത്തിൽ കടപ്പുറത്ത് താമസിക്കുന്ന തോൽക്കൊല്ലനായ ശീമോൻ എന്ന ആളിൻ്റെ വീട്ടിൽ പത്രോസ് എന്ന മറുപേരുള്ള ഒരാൾ താമസിക്കുന്നുണ്ട്, നീ അവനെ വരുത്ത്, നീ നിന്റെ കുടുംബമൊക്കെയും രക്ഷിക്കപ്പെടാനുള്ള വചനം അവൻ നിങ്ങളോട് അറിയിക്കും എന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാട് ലഭിച്ചു. അങ്ങനെ കൊർന്നല്യോസ് ആളുകളെ, തൻ്റെ പരിചാരകന്മാരെ അവിടേക്ക് പറഞ്ഞയക്കുകയും പത്രോസ് വന്ന് ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഏത് ജനവിഭാഗങ്ങളായാലും അവർ സത്യദൈവത്തെക്കുറിച്ച് നിർമ്മല ഹൃദയത്തോടെ മുൻവിധിയില്ലാതെ അന്വേഷണ ബുദ്ധിയുള്ളവരാണെങ്കിൽ, അവർ സത്യത്തിന് വേണ്ടി ദാഹിക്കുന്നൊരു മനസ്സവർക്കുണ്ടെങ്കിൽ, സ്തോത്രം, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്നാണല്ലോ. പാപപരിഹാരത്തെക്കുറിച്ച് ഹൃദയപൂർവ്വം ആത്മാർത്ഥമായ ഒരു താല്പര്യമുണ്ടെങ്കിൽ, സ്വന്തം വഴികൾ നടക്കുവാൻ ഹൃദയം കഠിനമാക്കാതെ, സ്തോത്രം, സത്യത്തിന് വേണ്ടി അവർ തങ്ങളെ സമർപ്പിക്കുമെങ്കിൽ തീർച്ചയായും ദൈവം അവരെ കരുതും. ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് നമ്മൾ കൊർന്നല്യോസിൻ്റെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കൊർന്നല്യോസ് പറയുന്ന വിശുദ്ധ പാട്, ഞാൻ രക്ഷിക്കപ്പെടാം, ഞാനും എൻ്റെ കുടുംബം രക്ഷിക്കപ്പെടാനുള്ളത് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ എത്ര സൽപ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നറിയാമോ? ഇതിൽ കൂടി ഒരു സൽക്കാര്യം ചെയ്യാനുണ്ടോ? സത്യദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ഈ സൽപ്രവൃത്തിയിൽ പ്രസാദിക്കാതിരിക്കുമോ? എൻ്റെ ദാനവും ധർമ്മവും അവിടെ എത്തിയെന്നാണല്ലോ പറയുന്നത്. എന്നാൽ പിന്നെ ഞാൻ തീർച്ചയായിട്ടും അവിടെ എത്തുകയല്ലേ എന്ന് മത്സരബുദ്ധിയ കൊർന്നല്യോസ് ചിന്തിക്കാമായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ കൊർന്നല്യോസിന് നിത്യജീവൻ്റെ സത്യവചനം കേൾക്കുവാൻ അവസരം ഉണ്ടാവുമായിരുന്നില്ല. ഇവിടെ നമുക്ക് സംഭവിക്കുന്ന അതാണ്. നമ്മുടെ സൽപ്രവൃത്തികളിൽ അങ്ങ് ആശ്രയിച്ചിരിക്കുക. നമ്മളുടെ നീതിപ്രവൃത്തികളാണ് നമ്മൾ ഒരു എക്സ്ക്യൂസായിട്ട് പറയുന്നത്. ഞാൻ ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ, ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതല്ലേ ഉള്ളൂ. ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്ക് ആകെ കൂടെയുള്ള 30 സെൻറ്റിൽ നിന്ന് ഞാൻ 10 സെൻറ്റ് വീടില്ലാത്ത 2 പേർക്ക് വേണ്ടി 5 സെൻറ്റ് വീതം ഞാൻ കൊടുത്തവനാ. നോക്കട്ടെ, ഇങ്ങനെ ഒത്തിരി ത്യാഗപൂർണമായ സൽപ്രവൃത്തികൾ ചെയ്യുന്നു. ത്യാഗപൂർണമായ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിലവരങ്ങ് ആശ്രയിക്കുക, അതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കരുത്. പക്ഷേ ആ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, അവൻ്റെ പാപം പരിഹരിക്കപ്പെടുന്നില്ല. ദൈവം അവൻ്റെ പ്രവൃത്തികൾ അംഗീകരിക്കുന്നു. തീർച്ചയായും ദൈവം അവനിൽ ആ കാര്യത്തിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, ആ പ്രവൃത്തിയിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, അവനിൽ പ്രസാദിക്കണമെങ്കിൽ അവൻ്റെ പാപ സ്വഭാവത്തിൽ നിന്ന് അവന് മോചനം ഉണ്ടാകണം. നോക്കണേ, സ്തോത്രം. അപ്പോൾ അവൻ്റെ അതുവരെയുള്ള പാപത്തിന് പരിഹാരമുണ്ടാകണം. ആ പാപത്തിന് പരിഹാരമുണ്ടാകാൻ, ദൈവനീതി അവൻ്റെ മേൽ നിത്യനാശം വിധിച്ചിരിക്കുമ്പോൾ ആ നീതി നള്ളിഫൈ ചെയ്യാൻ, ക്യാൻസലായി പോകുവാൻ, അവൻ്റെ മേൽ നടപ്പാക്കാതെ പോകാൻ കഴിയുകയില്ല. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്തിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ കൊർന്നല്യോസും അങ്ങനെ കർത്താവിനെ അറിഞ്ഞ് മുമ്പോട്ട് വന്ന് അങ്ങനെ, സ്തോത്രം, സുവിശേഷം ഇതര ജനസമൂഹങ്ങളിലേക്ക് പ്രചരിക്കാൻ തുടങ്ങി. പൗലോസ് വന്നപ്പോൾ ജാതികളെ അപ്പോസ്തലൻ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടത്തക്കതുപോലെ അദ്ദേഹം ഇതര ജാതികളിലേക്ക് കടന്നുപോയി ധാരാളമായി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഇതായപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ആദ്യഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന യഹൂദന്മാരായ ഇസ്രായേലരായ ആളുകൾക്ക് ഭയങ്കര അരിശമായി. അവരുടെ പ്രാമുഖ്യം ഇല്ലാതെയാകുമോ എന്നവർ ഭയപ്പെട്ടു. രക്ഷിക്കപ്പെട്ടവരൊക്കെയാണ്, കാര്യമൊക്കെ ചെയ്യാം, പക്ഷേ അവിടെ പ്രാമുഖ്യമില്ലാതാകും. അവരുടെ അകത്തെ ആ സെൽഫ് ഈഗോ, അവരുടെ വംശീയ മേന്മയെക്കുറിച്ചുള്ള അവരുടെ ആ ഭയങ്കര ഹുങ്ക് ഈശ്വരം കൊണ്ട് പൊങ്ങിയതേ ഒരു കാര്യമാണ്. മശിഹ ഞങ്ങളുടേതാണ്,
മശിഹായിൽ നിങ്ങൾക്ക് അവകാശം ഉണ്ടാകണം, മശിഹായിലൂടെ രക്ഷ അനുഭവിക്കണം, ആദ്യം നീ യഹൂദനാകണം, യഹൂദൻ അയച്ചു ഒക്കത്തുള്ളൂ. ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി, ഇങ്ങനെ പ്രചരിപ്പിക്കാൻ. അതുകൊണ്ടായിരുന്നു അവർക്ക് പൗലോസിനോട് ഭയങ്കര വൈരാഗ്യം. പൗലോസിനെ അവർ ഉപദ്രവിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയായിരുന്നു പ്രിയപ്പെട്ട. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ, അതാണ് അങ്ങനെ ആളുകൾ ധാരാളമായി ഇതര ജനസമൂഹങ്ങളിൽ നിന്ന് വന്നപ്പോൾ സ്തോത്രം അവർക്ക് ഭയങ്കര എരിവ് അവർക്ക് എരിവ് വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലെ ക്രിസ്തീയ സമൂഹത്തെ എടുത്താൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരും പേരിൽ ക്രിസ്ത്യാനിയാണെങ്കിലും നേരിൽ ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ കരുതുന്നില്ല. വീണ്ടും ജനിച്ച ദൈവമക്കൾ മാത്രമേ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ. നമുക്കറിയാം, അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. ശിഷ്യന്മാരാകുന്നവരാണ് ക്രിസ്ത്യാനികളെന്ന് പേരിന് അർഹരായ. ക്രിസ്താനുഗാമികളാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ തങ്ങളെ സമർപ്പിച്ചവരാണ് ക്രിസ്ത്യാനികൾ. അല്ലാതെ ഇതൊരു സമുദായമല്ല, ഇതൊരു സമൂഹമല്ല. ഇവിടെ നമുക്ക് സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പോട്ടെ, എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഈ സമുദായത്തിൽ തന്നെ ഉള്ളവരെടുത്താലും ബഹുഭൂരിപക്ഷം ആളുകളും ഇതര ജനസമൂഹങ്ങളിൽ നിന്നും കർത്താവിനെ വിശ്വസിച്ച് വന്നവരുടെ പിൻതലമുറയാണ്. അപ്പോൾ ഈ സമയത്ത് ഇസ്രായേല്യർ അവരുടെ കുത്തകയാണ് മശിഹ എന്നൊക്കെ അവർ വിചാരിച്ചതുകൊണ്ട് അവർക്കങ്ങ് എരിവായി. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മൂഢജാതികളെ കൊണ്ട് ഞാൻ നിനക്ക് എരിവ് വരുത്തും, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും. നോക്കണേ, ഇന്ന് ഈ സന്ദർഭം മറക്കരുത്. 10-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ അവർ ഇന്ന് ഭയങ്കര എരിവാണ്. അവർ സത്യദൈവത്തിലേക്ക് വന്നപ്പോൾ അവരുടേതല്ലാതായിപ്പോയി. എല്ലാവരുടെയും ദൈവമാണെന്നുള്ള സത്യം അവരങ്ങ് മറന്നുപോയി. അവരവരുടെ കുത്തകയെ വെച്ചേക്കാൻ വിചാരിച്ചത് അങ്ങനെ അല്ലെന്നും, സത്യദൈവമാണ് എല്ലാവരുടെയും ദൈവമാണെന്നും, എല്ലാ ജനസമൂഹത്തിൻ്റെ സൃഷ്ടാവാണെന്നും, എല്ലാ ജനസമൂഹത്തെയും സ്നേഹിക്കുന്നവനും കരുതുന്നവനുമാണെന്നുള്ള സത്യം അവരങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ അവരങ്ങ് എരിവിലായി. എന്നിട്ട് പൗലോസ് അതിനെ വിശദീകരിക്കുന്നത് കണ്ടില്ലേ എന്ന് ഒന്നാമത് മോശ പറയുന്നു, യെശയ്യാവ് പറയുന്നത് കണ്ടോ. അപ്പം ന്യായപ്രമാണത്തിൽ ഉദ്ധരിച്ച് യെശയ്യാവിനെക്കുറിച്ച് പറയുക, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെയാണ് പൗലോസ്ലീഹ ഉദ്ധരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 65-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അവിടെ നമ്മളിങ്ങനെ കാണുന്നു, യെശയ്യാവിൻ്റെ പ്രവചനം 65-ാമത്തെ അധ്യായം 1-ാം വാക്യം, എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, ഇതാ ഞാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നെ അന്വേഷിക്കാത്തവർ, സത്യദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഏതാ സത്യദൈവമെങ്കിലും ആ ദൈവം എനിക്കൊന്ന് വെളിപ്പെടണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന യഹോവയായ ദൈവമാണ് സത്യദൈവം എന്നുള്ളത് അംഗീകരിക്കാനാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഇന്നും ആളുകൾ ദൈവമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു, ഒരു ദൈവമേ ഉള്ളൂ, അതും ഞാൻ സമ്മതിക്കുന്നു. ദൈവത്തിന് ഇന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണമെന്നുള്ളതും എൻ്റെ മനസ്സിലങ്ങനെ ചിന്തയുണ്ട്. എന്നാൽ ആ ദൈവം വചനത്തിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള സത്യത്തിന് മുമ്പിൽ വരുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോവുക. അവരെന്ത് ചെയ്യും? അത് എനിക്ക് തന്നെ ഒന്ന് വെളിപ്പെടട്ടെ. എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. പൗലോസിനെ വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ, മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ, അബ്രഹാമിനെ വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ, പിന്നെ എനിക്കെന്നെ ഒന്ന് വെളിപ്പെട്ടത് അങ്ങനെ പറയുന്നത്. സഹോദരങ്ങളെ, അത് മത്സരമാണ്. ദൈവം തന്നെ നമുക്ക് തികവുള്ള വെളിപ്പാട് തന്നിരിക്കുമ്പോൾ ഈ പ്രകൃതിയിൽ നമുക്ക് പൊതുവായ ദൈവ വെളിപ്പാട് കാണാം. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിൽ പ്രത്യേകമായ വെളിപ്പാട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ വ്യക്തമായ വെളിപ്പാട് ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളാൻ മനസ്സ് വെക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. അവിടെ നമ്മൾ വൈരാഗ്യം പിടിക്കുക, അവിടെ നമ്മൾ മത്സരിക്കുക, ഞാൻ എൻ്റേത് എന്നുള്ളൊരു ചിന്തയിലേക്ക് അങ്ങ് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടെ വിനയപ്പെടുവാൻ, ദൈവിക വെളിപ്പാട് ഉൾക്കൊള്ളുവാൻ നമുക്ക് മനസ്സിലാതെ പോകുന്നതാണ് സങ്കടം. ഇവിടെ കണ്ടില്ലേ, എന്നെ അന്വേഷിക്കാത്തവർ, അവർ ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്, അവർ യഹോവയായ ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്. പക്ഷേ അവർ ദൈവം ഉണ്ടെങ്കിൽ, സത്യവും ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെട്ടെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ കർത്താവ് കണ്ടോ, എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു.
സ്തോത്രം. അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, സ്തോത്രം, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യാഖ്യാതാവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയറാമായി അടിയനിതാ എന്ന് പറയും. ഞാനിതാ അടിയൻ എന്നുള്ള വാക്യം അങ്ങ് മാറ്റുക. ഞാനിതാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുക്കുക. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മളെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക, നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, നമ്മളെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. അതേതാണ്ട് കുറച്ചിലാണെന്നാ. എ തേർഡ് പേഴ്സൺ ഷുഡ് കം ആൻഡ് ഇൻട്രൊഡ്യൂസ് മീ. മറ്റൊരാൾ വന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ ഞാൻ അവരോട് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ മുഖം വീർപ്പിച്ച് മുഖം മരിച്ചു നീട്ടി വലിയ ഗബയിലേക്ക് ഇരിക്കുക. നോ, ഇവിടെയാണ് ദൈവത്തിൻ്റെ കോൺറ്റിസെൻഷൻ, ദൈവത്തിൻ്റെ ആർദ്രത. നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം നമ്മുടെ ആ ലെവലിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇതാ ഞാൻ. ആ കമൻറ്റിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ദാസൻ ഒരു യജമാനനോട് പറയുന്നത് പോലെയാണ്. ഒരു ദാസൻ ഒരു യജമാനോട് പറഞ്ഞ ഞാനിതാ എന്തു വേണം. അതുകൊണ്ടാണ് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞല്ലോ, മർക്കോസ് സുവിശേഷം 10:45 വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമാണ് വന്നത്. അവൻ ശുശ്രൂഷകനായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. നമ്മളെ ശുശ്രൂഷിക്കുന്നവനായിട്ട് കർത്താവ് ഇവിടെ വന്നു. ഇതാ ഞാൻ. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സ് വെക്കുമെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ശ്വാസത്തേക്കാൾ സമീപസ്ഥനായി ദൈവം നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നു. നിങ്ങളൊന്നും മനസ്സ് വെക്കുമോ? നിങ്ങളെ തന്നെ കർത്താവിനായി സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ, കർത്താവിനെ ഒന്ന് വിശ്വസിക്കുമെങ്കിൽ, ഹല്ലേലൂയ. ദൈവത്തെ തേടി അലയുകയാണ് ആളുകൾ, ദൈവത്തെ തേടി അലയുകയാണ്. എന്നാൽ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നൊരു ദൈവത്തെയാണ് ഈ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. കണ്ടില്ലേ, എന്നെ അന്വേഷിക്കാത്തവരെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. എത്രയോ പേർക്കാണ് കർത്താവ് തന്നെ എങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തത്. സാധു സുന്ദർ സിംഗിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. സ്തോത്രം. എത്രയോ പേര് നമ്മുടെ തലമുറയിൽ തന്നെ ഉള്ളതാണ്. നിങ്ങൾ നിർമ്മല ഹൃദയത്തോടെ സത്യദൈവത്തെക്കുറിച്ച് ആത്മാർത്ഥമായ അന്വേഷണ ബുദ്ധിയുള്ളവരാണെങ്കിൽ, മുൻവിധികൾ വിട്ട് തുറന്ന മനസ്സോടെ നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുമെന്നുണ്ടെങ്കിൽ, സ്തോത്രം, വിശുദ്ധ തിരുവെഴുത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന സത്യദൈവം തന്നെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി വെളിപ്പെടുത്തി തരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ മറക്കരുത്. അതിന് സാക്ഷികളായി അനേകർ ഇന്നുണ്ട്. ഇതാ ഞാൻ എന്ന് പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം കണ്ടില്ലേ, അടുത്ത ഭാഗവും പിന്നെയും ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി എന്ന് അവൻ പറയുന്നു. സ്തോത്രം. ഇത് കണ്ടില്ലേ, തൊട്ട് താഴത്തെ വാക്യം, രണ്ടാം വാക്യം. ഒന്നാം വാക്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാം വാക്യം, സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈ നീട്ടുന്നു. അത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ യെശയ്യാവിന്റെ 65-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇതര ജാതികളിൽ ഉള്ള ആളുകൾക്ക്, ദൈവത്തെ അന്വേഷിക്കാത്തവർക്ക് ദൈവം തന്നെ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സ്തോത്രം. എന്നാൽ സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചാണെന്ന് പൗലോസോട് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അതേ, അവർ മത്സര സ്വഭാവമുള്ളവരാണ്, അവർ മത്സരികളാണ്. ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അത് അംഗീകരിക്കുവാൻ മനസ്സ് വെക്കാത്തവരാണ് ഇസ്രായേല്യർ. അതാണ് ഇസ്രായേലിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ന് പൗലോസോട് പറയുക. 10-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ 10-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ഇന്നത്തെ സ്ഥിതിയാണ്. ഇന്നത്തെ സ്ഥിതി ഇതാണ്, അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് മത്സരമാണ്. സ്തോത്രം. വിശ്വസിക്കുക എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് അവിശ്വാസം എന്നുള്ളതിനേക്കാൾ മത്സരമെന്ന് പറയാം. വിശ്വാസം എന്നുള്ളതിൻ്റെ വെളിപ്പാട് അനുസരണമാണ്. വിശ്വസിക്കുന്നതെങ്കിൽ അനുസരിക്കും. സ്തോത്രം. അവിശ്വസിക്കുന്നവൻ മത്സരിക്കും. അപ്പോൾ വിശ്വാസം എന്നുള്ളതിന് ഓരോ എതിർപദം പറയാം, മത്സരമെന്ന് പറയാം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ നന്മയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ആ വ്യക്തി തന്നിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളെക്കുറിച്ചുമുള്ള 100% ഉറപ്പുണ്ടായിട്ട് നമ്മളെ അങ്ങ് പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസമെങ്കിൽ. മത്സരമെന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും പരിഗണിക്കാതെ
എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എൻ്റെ വിചാരം, എൻ്റെ ഇഷ്ടങ്ങൾ നടക്കണം എന്ന നിലയിൽ സ്വന്തം വഴികളിൽ നടക്കുന്നവർ, അതാണ് മത്സരം. സ്തോത്രം. മത്സരമുള്ള ജനമായി ഇസ്രായേൽ ഇന്ന് ആയിപ്പോയി. അവർ ഏറ്റവും ശാഠ്യമുള്ള ജനമായി, ഏത് കാലത്തും ശാഠ്യമുള്ളൊരു ജനസമൂഹമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവുള്ള ഒരു ജനസമൂഹം അവർ തന്നെയാണ്. നമുക്കറിയാമല്ലോ, അവർ ഇന്നും ബുദ്ധിമണ്ഡലത്തിൽ വളരെയേറെ മുൻപിലാണ്. അത് ദൈവം അവർക്ക് നൽകിയ ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹമാണെന്ന് പറയാം. അനുഗ്രഹം എന്നുള്ളതിനേക്കാൾ നന്മയെ ഞാനങ്ങ് പറഞ്ഞോട്ടെ, ഒരു നന്മയാണെന്ന് പറയാം. അതാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. സ്തോത്രം. അവർ അതിനെക്കുറിച്ച് പറയുന്നത്, അവർ മന്നാ തിന്ന്, അവരുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്ന്, അങ്ങനെ സ്തോത്രം സ്വർഗീയ ഭോജനം അവർ ഭക്ഷിച്ചതിൻ്റെ ഫലമായി പിൽക്കാലത്ത് ദൈവം അവർക്ക് സ്തോത്രം കരുണ ചെയ്തു എന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ നിന്നും പരാമർശമുണ്ട്. സ്തോത്രം. പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിച്ചു. സ്തോത്രം എന്ന് പ്രത്യേകം തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പിൽക്കാലത്ത് അവർക്ക് നന്മ ചെയ്യേണ്ടതിന് ദൈവം അവർക്ക് അവരെ പോഷിപ്പിച്ചു. അങ്ങനെ മന്ന തിന്നതിൻ്റെ ഫലമായി അവരുടെ തലമുറയിൽ വലിയ വലിയ ബൗദ്ധിക ഉന്നതി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി അവർക്ക് ഭയങ്കര ഉന്നതമായ പദവി ദൈവം അവർക്ക് നൽകുകയുണ്ടായി. സ്തോത്രം. ഞാൻ ആ വാക്യം ഒന്ന് കാണിച്ചു തരാം. ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു. കണ്ടോ? നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത്, ഭാവിയിൽ നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്തു. നോക്കണേ, പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണ് പിൽക്കാലത്ത് വന്ന അവരുടെ ജനസമൂഹങ്ങളിൽ വലിയ ബൗദ്ധിക ഉന്നതി ഉണ്ടാകുവാൻ, അവർക്ക് ധിഷണശേഷി, ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് വളരെയേറെ വർദ്ധിക്കുവാൻ കാരണമായി. ഇതുകൊണ്ട് അവരെന്താ വിചാരിക്കുന്നറിയാമോ? ദൈവം ഔദാര്യം കാണിച്ചാണെന്നുള്ള അവർ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ഏതാണ്ട് വലിയ പുള്ളികളാണെന്നുള്ള ചിന്തയാണ്. അതാണ് മത്സരികളായി, മറുത്തു പറയുന്നവരായി. ഇസ്രായേലിൽ ഇന്നത്തെ സ്ഥിതി ഇതാണ്. സ്തോത്രം. കണ്ടില്ലേ ഇസ്രായേലിനെക്കുറിച്ചോ? അനുസരിക്കാത്തതും മറുത്തു പറയുന്നു ജനത്തെങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈ നീട്ടി എന്ന് അവൻ പറയുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ ദൈവത്തെയാണ് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. മത്സരികളായി സ്വന്തം ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകുന്നെങ്കിലും തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം. ഇതാണ് സദൃശവാക്യങ്ങളിലും ഇതേ ആശയം നമുക്ക് കാണാൻ കഴിയും. സദൃശവാക്യങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലും പരിശുദ്ധാത്മ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും തിരിച്ചു കളയുകയും എൻ്റെ ശാസന ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട്. നോക്കണേ, സ്തോത്രം. പോണോ? ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ മറുപടി പറയാതെയും ഞാൻ കൈ നീട്ടിയിട്ട് നിങ്ങൾ കൂട്ടാക്കാതെയും ഇരുന്നെങ്കിൽ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. സ്തോത്രം. നിങ്ങളോട് കോപത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയോട് രമ്യതപ്പെടുവാൻ നിങ്ങൾ താല്പര്യപ്പെട്ടിട്ട് ആ വ്യക്തി നിങ്ങൾ ഒരു ദിവസം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, അദ്ദേഹം നിങ്ങളുടെ കണ്ണിലോട്ട് നോക്കി, നിങ്ങൾ വളരെ ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കൈ അവൻ്റെ നേരെ നീട്ടിയാൽ അവനതിനെ നിന്ദിച്ചു, നീട്ടിക്കൊണ്ട് വന്നേക്കുക എന്ന് പിറുപിറുത്തുകൊണ്ട് അവഗണിച്ച് കടന്നുപോയാൽ നിങ്ങൾ പിന്നെ ആ വ്യക്തിയുടെ മുമ്പിൽ കൈ നീട്ടാറില്ല. രണ്ടാമതും ഒന്നുകൂടി ചെയ്തിരിക്കട്ടെ, അന്ന് കൈ ചുരുട്ടിക്കെട്ടിയിട്ട് വിചാരിക്കുക. നിങ്ങളെ ആവർത്തിച്ച് നിങ്ങളെ ഓഫർ അവഗണിച്ചു. സ്നേഹത്തോടെ നിങ്ങളെ അദ്ദേഹത്തിന് വേണ്ടി ഓഫർ ചെയ്തത് അവഗണിച്ചു. നിങ്ങൾ പിന്നെ നിങ്ങൾ കൈ നീട്ടിക്കൊണ്ട് അവൻ്റെ അടുത്ത് ചെല്ലുകയില്ല. അങ്ങനെയെങ്കിൽ ഇവിടെയാണ് ദൈവത്തിൻ്റെ കോണ്ടിസെൻഷൻ, ദൈവത്തിൻ്റെ ദീർഘക്ഷമ. അതാണ് യിരെമ്യാപ്രവചനം നമ്മൾ വായിക്കും. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. സ്തോത്രം. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ സന്ധ്യ വരെ. സൗരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ദൈവവചനം കേട്ടു? ഓരോ പ്രാവശ്യവും നമ്മൾ കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു.
2 കൊരിന്ത്യർ 5:20 ക്രിസ്തു ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ, അത് കർത്താവ് തൻ്റെ ദാസന്മാരിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. ആവർത്തിച്ച് നിങ്ങളോട് ആവർത്തിച്ച് ഇടപെട്ടിട്ടും അവൻ്റെ ശബ്ദം എത്ര പ്രാവശ്യം നിങ്ങൾ കേട്ടു. ഇന്ന് നിങ്ങൾ മത്സരികളായി തുടരുന്നെങ്കിൽ ഇന്നെങ്കിലും നിങ്ങളൊന്ന് മനസ്സ് വെക്കുമോ? നിങ്ങളുടെ ഹൃദയം ഒന്ന് താഴ്ത്തി കൊടുക്കുമോ? കർത്താവേ, സ്തോത്രം, ഞാൻ ഈ ദിവ്യ സ്നേഹത്തെ ഞാൻ അംഗീകരിക്കുന്നു. അതെ, സ്തോത്രം, ഞാൻ മറുത്ത് പറയുന്നവനാണ്, ഞാൻ മത്സരിയാണ്. എത്ര പ്രാവശ്യം അങ്ങയുടെ ആഹ്വാനത്തെ ഞാൻ നിന്ദയോടെ അവഗണിച്ചു. അങ്ങ് തന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ കർത്താവെ, അത് ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ എൻ്റെ സ്വന്തം വഴിയിൽ, എൻ്റെ സ്വന്തം ആലോചന പ്രകാരം എൻ്റെ വഴിയിൽ മത്സരിച്ച് പോയിരുന്നു. പക്ഷേ ഇന്നും അവിടുന്ന് എന്നെ സ്നേഹിക്കുന്ന സ്നേഹനിമിത്തം എൻ്റെ നേരെ സ്നേഹത്തിൻ്റെ കൈകൾ നീട്ടുന്നത് ഞാൻ തിരിച്ചറിയുന്നു. അത് ആ തൃക്കൈകളിലേക്ക് ഞാൻ എന്നെ സമ്പൂർണ്ണമായും സമർപ്പിക്കുന്നുവെന്ന്. സ്തോത്രം. ആര് തങ്ങളെ സമർപ്പിക്കുമോ? ആര് അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമോ? ആര് അവൻ്റെ വചനം കേട്ട് ഗ്രഹിച്ച് അവനെ വിശ്വസിച്ച് അവൻ്റെ കൈകളിലേക്ക് തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് അവനെ വിളിച്ചപേക്ഷിക്കുമോ? സ്തോത്രം. അവർക്ക് നിത്യജീവൻ്റെ വാഗ്ദത്തം, പാപപരിഹാരത്തിൻ്റെ ഉറപ്പ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം മാറ്റമില്ലാത്ത ദൈവം വാഗ്ദത്തം ചെയ്തു നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. ഈ സത്യവചനം, ഈ സുവിശേഷം, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ് നിങ്ങളോട് പ്രസ്താവിക്കുന്നത് ഞങ്ങളൊരു പദവിയായി കണക്കൂട്ടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മത്സരത്തോടെ ഇത് അവഗണിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഈ വചനത്തിന് മുമ്പിൽ നിങ്ങളെ സമർപ്പിക്കാം. ഇസ്രായേലിനെ പോലെ മറുത്തു പറയരുത്, മത്സരിക്കരുത്. അവർ നമുക്ക് ഒരു മാതൃകയാണ്. അത് ദൃഷ്ടാന്തമായി നമുക്ക് സംഭവിച്ചാണ് അവിടെ ചരിത്രം. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യവും 11-ാം വാക്യവും ആവർത്തിച്ചത് പ്രസ്താവിക്കുന്നുണ്ട്. അവർക്ക് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമാണ്. ലോകത്തിൽ സത്യദൈവമുണ്ടെന്നും, സ്തോത്രം, സത്യദൈവം കരുതുന്നവനാണെന്നും സത്യദൈവത്തെ വിട്ടുകളയുന്നവർക്ക് ദൈവത്തിൻ്റെ കോപമുണ്ടാകുമെന്നുമുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേൽ. ആ ജനസമൂഹം ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു പോയി. ആ കൂട്ടത്തിൽ നിങ്ങളാകരുത്. നിങ്ങളെത്രയൊന്ന് സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എത്ര പ്രാവശ്യം സ്നേഹത്തോടുകൂടിയുള്ള അങ്ങയുടെ ആഹ്വാനത്തെ ഞങ്ങൾ അവഗണിച്ചു. അങ്ങ് കൈകൾ നീട്ടിയിട്ട് ഞങ്ങൾ കൂട്ടാക്കാതെ പിന്തിരിഞ്ഞ് നടന്നു. എങ്കിലും ഇന്നും അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ നേരെ സ്നേഹത്തിൻ്റെ കൈകൾ നീട്ടുകയും ചെയ്യുന്ന ആ കൃപാബഹുത്വം ഞങ്ങൾ തിരിച്ചറിയുന്നു. കേൾവിക്കാരായ സഹോദരങ്ങളിൽ ആരെങ്കിലും ഇന്നുവരെയും തിരുമേനിയെ ഹൃദയപൂർവ്വം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, തങ്ങളെ തന്നെ തിരുമേനിക്കായി സമർപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ, അങ്ങേ വിശ്വസിക്കുവാൻ ഇതുവരെയും മനസ്സ് വച്ചിട്ടില്ലെങ്കിൽ, ഇന്നുള്ള കൃപ കൊടുക്കുകയും അവരെ നിത്യത്തിന് വേണ്ടി ഒരുക്കുകയും ചെയ്യണം. മഹത്വം അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ.